സ്ക്വയർ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. അതുകൂടി ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇതിലെന്താ പറയണേ, അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ സ്ക്വയർ ആക്കിയിട്ട് എഴുതുക പരിപാടി മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇവിടെ നമ്മൾ പറയുന്ന നോക്കിക്കോളൂ, 4ഉം 9ഉം സ്ക്വയർ നമ്പേഴ്സാണ്. 4 and 9 ആർ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 into 2 ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം. 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 into 3 ആണ് നമുക്കറിയാം. 16 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 into 4 ആണ് എന്ന് നമുക്കറിയാം. 25 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 into 5 ആണ് നമുക്കറിയാം. നമുക്കറിയണേ, ഇതൊക്കെ പഠിക്കാൻ പറഞ്ഞതാണ് സ്ക്വയർ. 36 എന്ന് വെച്ചാൽ 6 into 6 ആണ് നമുക്കറിയാം. 49 എന്ന് വെച്ചാൽ 7 into 7 ആണ് നമുക്കറിയാം. പിന്നെയോ അടുത്ത എത്രയാണ്, 81 എന്ന് വെച്ചാൽ 9 into 9 ആണ് നമുക്കറിയാം. പിന്നെ ഇത് അറിയേണ്ടത് 64 പറഞ്ഞിട്ടില്ല അല്ലേ. 64 എന്ന് വെച്ചാൽ 8 into 8 ആണ്. 100 എന്ന് വെച്ച് കഴിഞ്ഞാലോ 10 into 10 ആണ്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, അതവിടെ നിൽക്കട്ടെ. വാട്ട് അബൌട്ട് ദർ പ്രൊഡക്റ്റ്? ഈ രണ്ട് സ്ക്വയർ നമ്പേഴ്സ് 4ൻ്റെയും 9ൻ്റെയും പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതായത് 9 into 4, 9 into 4 എന്താണ്? 9 into 4 36 ആണെന്ന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും അറിയാം. അപ്പോൾ ഒരു പോയിന്റ് പറയട്ടെ, 12 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയണേ, കൃത്യമായിട്ട് പഠിച്ചിരിക്കണേ. ഞാൻ ക്ലാസ്സിൽ പറയുന്നതാണ്, ചോദിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് ചോദിക്കാത്തത്. അപ്പോൾ അതാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, ഈ ഫിഗർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഫിഗർ കുറച്ച് കൺഫ്യൂസിങ് ആണ്, ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, നേരിട്ട് പഠിച്ചാൽ മതി. അതായത് 4 into 9 എന്ന് പറയുന്നത് 36 ആണ്. 36 എന്ന് നമുക്കറിയാം 6 into 6 ആണ്. അതായത് 36 എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ക്വയർ നമ്പർ ആണ് എന്ന് നമുക്കറിയാം. ഒന്നുകൂടി പറയാം, 4 into 9, 4 ഒരു സ്ക്വയർ നമ്പറാണ്, 9 ഒരു സ്ക്വയർ നമ്പറാണ്. അതിന് രണ്ടിനെയും ഗുണിച്ചാൽ ആൻസർ കിട്ടുക 36 ആണ്. 36ഉം എന്താണ്, സ്ക്വയർ നമ്പറാണ്. 4 ഏതിൻ്റെ സ്ക്വയറാണ്? 2 into അല്ലേ, 2 into 2 ആണല്ലോ 4. 9ഓ 3 into 3, 36ഓ 6 into 6. അതാണ് അവിടെ ഒരു പാറ്റേൺ പോലെ കൊടുത്തിരിക്കുന്ന കാര്യം. നമുക്ക് പ്രധാനപ്പെട്ട സംഭവങ്ങൾ വരുന്നത് ഇനിയാണ് പരിപാടി തുടങ്ങുന്നത്. ഇവിടെ മുതലാണ് പരിപാടി തുടങ്ങുന്നത്, ശ്രദ്ധിക്കുക. ഷാൽ വി കൺസിഡർ 2 other സ്ക്വയേഴ്സ്? മറ്റേതെങ്കിലും സ്ക്വയേഴ്സ് എടുക്കുകയാണ്. 25ഉം 16ഉം രണ്ട് സ്ക്വയേഴ്സാണ്. 25, 16 നമുക്കറിയാം. 25 എന്ന് പറഞ്ഞാൽ 5 into 5 ആണ്. പിന്നെ എന്താ 16 എന്ന് വെച്ചാൽ 4 into 4 ആണ്. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണിത്. ഇനി 15 into 25 into 16 കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇത് നോർമലി ഗുണിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇതിനെ സ്ക്വയേഴ്സ് ആക്കിയിട്ട് മാറ്റി എഴുതുകയാണ്. ഇപ്പോൾ 25 എന്ന് വെച്ചാൽ 5 into 5 ആണ്. 16 എന്ന് വെച്ചാൽ 4 into 4 ആണ്. ഇനി അതിനെ ഒരുമിച്ച് ഗുണിച്ചു നോക്കിയേ. 25 into 16 എന്ന് പറയണത് 5 into 5ഉം 4 into 4ഉം ഗുണിച്ചു. 5 into 5 എന്ന് പറയുന്നത് എന്താ സംഭവം? 5 into 5 എന്ന് പറയുന്നത് 5 into 5 എന്ന് വെച്ചാൽ 25 ആണ്. 4 into 4 എന്ന് വെച്ചാൽ 16 ആണ്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി അതിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഞാനൊന്ന് മാറ്റി എഴുതാം. അതിൽ പറയുന്നത് 25ഉം 16ഉം തമ്മിലുള്ള പ്രൊഡക്റ്റാണ്. 25 മൾട്ടിപ്ലൈഡ് ബൈ 16 എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുന്നത്. 25 എന്ന് വെച്ചാൽ 5 into 5 ആണ് എന്ന് നമുക്കറിയാം. 16 എന്ന് വെച്ചാൽ 4 into 4 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുക നോക്കിക്കോളൂ. 25 into 16 എന്ന് പറയുന്നത് 25ന് എങ്ങനെയാണ് എഴുതിയത്? 5 into 5, 5 into 5. പിന്നെ ഇവിടുത്തെ ഗുണിക്കണേ, ഗുണിക്കണം. 16ന് എങ്ങനെയാണ് എഴുതിയത്? 4 into 4, 4 into 4. ഓക്കെ, ഇത് നമ്മളിതിന് എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് മാറ്റി ചെയ്യുന്നതെന്ന് അറിയാം മക്കളെ. നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എടുത്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ആ മെത്തേഡ് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ 5നെയും ഈ 4നെയും ഗുണിച്ചു. നോക്കിക്കോളെ, 5 into 4, 5 into 4 into ഇനി ഈ 5നെയും ഈ 4നെയും ഗുണിച്ചു. എത്രയാണ് വരിക? 5 into 4. നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പിൽ എന്താ വരിക നോക്കാമല്ലോ. അടുത്ത സ്റ്റെപ്പിൽ എന്താ വരിക? 5 into 4 നിങ്ങൾക്കറിയാം 20 ആണ്. ഇൻറ്റു 5 into 4 എത്രയാണ്? 20 ആണ്.
20 × 20 എത്രയാണ്? 2 × 2 4 ആണ്. എത്ര പൂജ്യം ഇടുന്നുണ്ട്? ഇവിടെ ഒരു പൂജ്യം, ഇവിടെ ഒരു പൂജ്യം. അപ്പോൾ 2 പൂജ്യം ചേർക്കണം. 400 ആണ്. ഇപ്പോൾ ആൻസർ എത്രയാണ് വരിക? 400 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയേ. ഇവിടെ ചെയ്ത് നോക്കാം. 25 × 16. 5 6 30 പൂജ്യം ഇടുക. ബാക്കി 3 ബാക്കി. 6 2 12 3 15. 15 5 1 2 2 0. 5 5 10 പൂജ്യം ഇടുക. ബാക്കി 1 ബാക്കി. ദെൻ 4 400. സെയിം ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സ്ക്വയർ നമ്പേഴ്സിനെ വേറൊരു രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു മെത്തേഡാണ് പറയുന്നത്. കുറച്ചൊന്ന് ഹയർ ലെവൽ പ്രോബ്ലമാണ്. ഞാൻ ഈ ഹയർ ലെവൽ ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ് അടിക്കാൻ വേണ്ടി പറയണമല്ല, പക്ഷേ നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ഭാഗങ്ങളും ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പ്രോബ്ലംസ് പറയുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ മാറ്റി എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പറയുന്നത് 9 × 16 ആണ്. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. അടുത്തത് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. ടെക്സ്റ്റ് ബുക്കിലുണ്ട് 9 × 16 ആണ് പറയുന്നത്. പേജ് നമ്പർ 38. പേജ് നമ്പർ 38 നോക്ക്. 9 × 16. ഓക്കെ, ഒന്നാമത്തെ പ്രോബ്ലം 9 × 16. 9 ഒരു സ്ക്വയർ നമ്പർ ആണല്ലോ, 16 ഒരു സ്ക്വയർ നമ്പർ ആണല്ലോ. പറഞ്ഞോ, 9 ഏതിൻ്റെയൊക്കെ സ്ക്വയറാ? 3 × 3. 16 ഏതിൻ്റെയൊക്കെ സ്ക്വയറാ? 4 × 4. ഇനി അടുത്ത സ്റ്റെപ്പ് മാറ്റി ചെയ്താൽ തുടങ്ങിക്കോളെ. ഒന്നാമത്തെ സ്റ്റെപ്പ് 3 × 3. ഓക്കെ, അത് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതിക്കോളൂ. എന്നാൽ പിന്നെ കൺഫ്യൂഷൻ വരില്ല. എന്നാൽ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സ്റ്റെപ്പായിട്ട് തന്നെ അത് എഴുതിയാൽ മതി. എങ്ങനെ എഴുതാം? 9 × 16 = 3 × 3. 9 എന്ന് പറഞ്ഞാൽ 3 × 3 അല്ലേ? ഇൻറ്റു ആണല്ലോ. ഇതാ ഇവിടെ ഇൻറ്റു ആണ്, കൺഫ്യൂഷൻ വരരുതേ. 4 × 4. 16 എന്ന് പറഞ്ഞാൽ 4 × 4 അല്ലേ? 4 × 4. ഓക്കെ, ഇത് നമുക്ക് ഇവരെ ഗ്രൂപ്പുകളാക്കിയിട്ട് മാറ്റാം. എങ്ങനെ ഗ്രൂപ്പുകളാക്കിയിട്ട് മാറ്റുക? ആദ്യത്തെ 3യും ആദ്യത്തെ 4ഉം നോക്കാം. 3 × 4 ഇൻറ്റു അടുത്ത 3 × 4 എടുക്കണ്ട. ഈ 3യും ഈ 4ഉം. 3 × 4. ക്ലിയർ ആണല്ലോ? എത്രയാണ് വരുന്നത് നിങ്ങൾ നോക്കിയേ. 3 × 4 എത്രയാണ്? 3 × 4 എത്രയാണ്? 3 × 4 12 ആണ്. 12 × 3 × 4 എത്രയാണ്? 12. എത്രയാണ് ആൻസർ കിട്ടുക? 12 × 4. 12 × 12 എന്ന് വെച്ചാൽ എന്താണ്? 12ൻ്റെ സ്ക്വയർ അല്ലേ? 12 × 12 എന്ന് വെച്ചാൽ എന്താണ്? 12ൻ്റെ സ്ക്വയർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 12ൻ്റെ സ്ക്വയർ എത്രയാണ് വരിക? 100. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മതി. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 144 എന്ന് പറയുന്ന ആൻസർ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ നോക്കിയേ. എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ കോപ്പി മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ നോക്കണത്. ടെക്സ്റ്റ് ബുക്കിൽ അത് പറയുന്നുണ്ടോ മക്കളെ? ഓക്കെ, ചെയ്ത് നോക്കാം. 144 എന്ന് പറയുന്ന ആൻസറാണ് നമുക്ക് വരിക. ചെയ്ത് നോക്കാം. നമുക്ക് സൈഡിൽ ചെയ്ത് നോക്കാം. 9 × 16. 16 × 9 എന്ന് പറയുന്നത് 9 × 6. 1/6 54 4 ഇട്ടു, ബാക്കി 5 ബാലൻസ്. 1 × 9 9 ആണ്. 9 + 5 എത്രയാണ്? 9ഉം 1ഉം 10ഉം 4ഉം 14. 144 എന്ന് പറയുന്ന ആൻസർ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതാണ്. ഞാൻ യെലോനെ കൊണ്ട് എഴുതിയിട്ട് കാണുന്നില്ല. എൻ്റെ പ്രിവ്യൂ സ്ക്രീൻ ആക്ച്വലി ഈ സൈഡിലാണുള്ളത്. അതാണ് ഞാൻ ഇങ്ങനെ നോക്കണത്. എനിവേ കിട്ടുമായിരിക്കും. ചെയ്തു നോക്കിയാൽ എന്തായാലും ഇതിന് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. സ്വന്തമായിട്ട് നോട്ട്ബുക്കിലെല്ലാം ചെയ്യണം. അടുത്തത് 16 × 36 ആണ്. 16 × 36 ആണ് പറയുന്നത്. 16 × 36. രണ്ടാമത്തെ പ്രോബ്ലം 16 × 36. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇതിനെ മാറ്റണം. സ്ക്വയേഴ്സ് ആക്കി മാറ്റണം, നമ്പേഴ്സ് ആക്കി മാറ്റണം. 16 എന്ന് വെച്ചാൽ 4 × 4 ആണ്. 36 എന്ന് വെച്ചാൽ 6 × 6 ആണ്. അപ്പോൾ എങ്ങനെ ഇതിനെ മാറ്റി എഴുതുക? ഓക്കെ, ഇത് ശരിക്കും ടെക്സ്റ്റ് ബുക്കിൽ മാറ്റി എഴുതുക എന്നേ പറയുന്നുള്ളൂ. മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറയുന്നില്ല. എങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. എങ്ങനെയാണ് മാറ്റി എഴുതുക? 16 × 36 = 4 × 4. 4 × 4 × 36 എന്ന് പറഞ്ഞാലോ 6 ×
6. ഇനി എങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെയാണ് മാറ്റി എഴുതുക? അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെയാണ് മാറ്റി എഴുതുക പറഞ്ഞോ? ആദ്യത്തെ 4ഉം ആദ്യത്തെ 6ഉം. അപ്പോൾ 4 ഇൻറ്റു 6 ഇൻറ്റു അടുത്ത 4 ഇൻറ്റു 6 4 ഇൻറ്റു 6. ഓക്കെ, പറഞ്ഞോ, ആൻസർ പറഞ്ഞോ. 4 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 4 ഇൻറ്റു 6 24 ആണ്. ഇൻറ്റു 4 ഇൻറ്റു 6 24 ആണ്. 24 ഇൻറ്റു 24 എത്രയാണെന്നുള്ളത് നിങ്ങൾ ഇവിടെ കണ്ടുപിടിച്ച് നോക്കുക. അതേപോലെ തന്നെ 16 ഇൻറ്റു 36 എത്രയാണെന്നുള്ളതും കണ്ടുപിടിച്ച് നോക്കുക. നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഹോംവർക്ക് ചോദ്യമായിട്ട് നിങ്ങളത് ചെയ്യണം. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദ പ്രൊഡക്റ്റ് ബിലോ ഇൻ യുവർ ഹെഡ്. തല ഉപയോഗിച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കുറച്ച് പ്രോബ്ലംസ് 25 ഇൻറ്റു 4 എത്രയാണ്, 25 ഇൻറ്റു 16 എത്രയാണ്, 25 ഇൻറ്റു 36 എത്രയാണെന്നുള്ള ചോദ്യമുണ്ട്. അത് നിങ്ങൾ ആദ്യം തല ഉപയോഗിച്ചിട്ട് ആലോചിച്ചിട്ട് നമ്മുടെ മൈൻഡ് കാൽക്കുലേഷൻ വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഹോംവർക്കായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് 36 ഇൻറ്റു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 36 ഇൻറ്റു 49 ഒരു ഹോംവർക്കാണ്. അത് ചെയ്യണം. കാരണം 36 6 ഇൻറ്റു 6 ആണ് നമുക്കറിയാം. 49 എത്രയാണ്? 7 ഇൻറ്റു 7 ആണ്. എല്ലാം എളുപ്പമുള്ള നമ്പേഴ്സ് തന്നെയുള്ളൂ. പിന്നെ നാലാമത്തെ എത്രയാണ് പറയണത്? 49 ഇൻറ്റു 64 49 ഇൻറ്റു 64. രണ്ടും സ്ക്വയർ നമ്പേഴ്സ് അല്ലേ? 49 എന്ന് വെച്ചാൽ 7 ഇൻറ്റു 7 ആണ്. 64 എന്ന് വെച്ചാൽ 8 ഇൻറ്റു 8 ആണ്. നിങ്ങൾക്കെല്ലാം അറിയാം. അത് ഇതുപോലെ മാറ്റി എഴുതണം. എല്ലാം ഞാനിപ്പം പറഞ്ഞ പോലെ മാറ്റി എഴുതുക എന്നുള്ളതാണ്. ഇതേപോലെ ബ്രാക്കറ്റാക്കി മാറ്റി എഴുതി ഈ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതണം, സെക്കൻഡ് സ്റ്റെപ്പ് എഴുതണം, തേർഡ് സ്റ്റെപ്പ് എഴുതണം. അതിൻ്റെ എത്രയാണ് പ്രൊഡക്റ്റ് വരുന്നത് അത് കണ്ടുപിടിക്കുകയും ചെയ്യണം. അങ്ങനെ 4 സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് എഴുതിയിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ലാസ്റ്റ് 5-ാമത്തെയും കൂടെ 81 ഇൻറ്റു 25. ടെക്സ്റ്റ് ബുക്കിലുണ്ടോ മക്കളെ? നോക്കാമല്ലോ. ടെക്സ്റ്റ് ബുക്കിലുണ്ട് എന്നാണ് തോന്നുന്നത്. ഇതെഴുതാം. ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഹോംവർക്ക്? ഇത് രണ്ടും ചെയ്തില്ല. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞു. 36 ഇൻറ്റു 49 ഹോംവർക്ക്, 49 ഇൻറ്റു 64 ഹോംവർക്ക്, 81 ഇൻറ്റു 25 ഹോംവർക്ക്. അപ്പോൾ ഇത്രയും ഹോംവർക്ക് വളരെ കൃത്യമായിട്ട് ഇതിനൊക്കെ മാറ്റി എഴുതി. 36 ആണെങ്കിൽ 6 ഇൻറ്റു 6, പിന്നെ 49 ആണെങ്കിൽ 7 ഇൻറ്റു 7 അങ്ങനെ എഴുതിയിട്ട് ബ്രാക്കറ്റാക്കി എഴുതുക. ഇവിടെ 7 ഇൻറ്റു 7, ഇവിടെ 8 ഇൻറ്റു 8, 81 എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 9, 25 എന്ന് വെച്ചാൽ 5 ഇൻറ്റു 5. ഞാൻ പറയണില്ല, നിങ്ങൾ തന്നെ മാറ്റി എഴുതിയിട്ട് കൃത്യമായിട്ട് എഴുതുക. ഇതൊക്കെ നിങ്ങളുടെ ഹെഡിൽ ചെയ്തോളാം, തല ഉപയോഗിച്ച് ചെയ്തോളാം. ഓക്കെ, ഇതൊക്കെ കാണുമ്പോൾ ചിരി വരണം, സന്തോഷം വരണേ. അല്ലാതെ ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ അമ്മോ ഒന്നും മനസ്സിലാവുന്നില്ല എന്നിട്ട് ഇങ്ങനെ ഇരിക്കരുത്. മനസ്സിലായോ? ഓക്കെ, നമുക്ക് ഹാപ്പി ആയിട്ട് ചെയ്തു നോക്കാം. സംശയങ്ങളുണ്ടെങ്കിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലാസ്സിൽ പറയും, ഡിസ്കസ് ചെയ്യും. ഞാനൊരു ലീവ് കിട്ടുമ്പോൾ നമ്മൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അടുത്ത പുതിയ ചാപ്റ്ററാണ്. അപ്പോൾ അതിലോട്ടേക്ക് നമ്മൾ പോകുന്നില്ല. ഈ ചാപ്റ്ററിൽ പഠിച്ച കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 12 വരെയുള്ളത് 12 ഇൻറ്റു 12 വരെയുള്ള മുഴുവൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞിരിക്കണം. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ മൾട്ടിപ്ലിക്കേഷൻ്റെയും ഡിവിഷനും വേറൊരു വീഡിയോ നിങ്ങൾക്ക് ഓൾറെഡി ഇട്ട് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നോർമൽ ട്രഡീഷണൽ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, ഇങ്ങനെ 12 ഗുണിക്കണം 25 അങ്ങനെ താഴെ എഴുതി ഗുണിക്കുന്ന നോർമൽ മെത്തേഡ് ഉണ്ടല്ലോ, ആ മെത്തേഡ് അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ കള്ളി വരച്ചിട്ട് ഗുണനം ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ 18 ഇൻറ്റു 12 ആണെങ്കിൽ 10ഉം 8ഉം 10ഉം 2ഉം വെച്ചിട്ട് കള്ളി വരച്ചിട്ട് ഗുണനം പഠിച്ചിട്ടില്ലേ, അത് കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ നാലാമത്തെ കാര്യം, പാലിൻഡ്രോം നമ്പേഴ്സ് ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പറഞ്ഞതാണ്. പാലിൻഡ്രോം നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാലിൻഡ്രോം നമ്പേഴ്സ് പഠിച്ചു വെക്കണം. അഞ്ചാമത്തെ പോയിൻറ്റ്, ഇപ്പം 3, 5, 7 സംഖ്യകൾ തന്നിട്ട് ലാർജസ്റ്റ് നമ്പർ അതേപോലെ തന്നെ സ്മോളസ്റ്റ് നമ്പർ എഴുതാൻ ചോദിക്കും. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, 0, 2, 3 വന്നു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ 0യിൽ തുടങ്ങാൻ പറ്റുമോ? ഇല്ല, 2യിലേ തുടങ്ങാൻ പറ്റുള്ളൂ. പിന്നെ 0, 3 അതാണ് ഏറ്റവും ചെറുത്. ഏറ്റവും വലുത് ചോദിച്ചാലോ 3, 2, 0. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ട രീതി കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, ഈ പറഞ്ഞ പോലെ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഒരു മെത്തേഡ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ കോർ പോയിൻ്റ് എന്ന് പറയുന്നത്. ബേസിക്കായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ ഈ മാത്തമാറ്റിക്സിൽ മുഴുവൻ മാർക്ക് നമുക്ക് വാങ്ങിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഉണ്ടാവുക. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് വെച്ചാൽ പുതിയ മെത്തേഡിൽ എങ്ങനെ വരിക നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ട് ആദ്യത്തെ കുട്ടികളാണ് നിങ്ങൾ. യു ആർ വെരി ലക്കിയാണെന്ന് നമുക്ക് പറയാം.
അപ്പോൾ നമുക്കറിയില്ല ക്വസ്റ്റ്യൻ പേപ്പർ ഏത് പാറ്റേണിലാണ് വരിക എന്നറിയില്ല, എങ്കിലും നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഓക്കെ, സമയം വളരെ വൈകി, എനിക്കിവിടെ 11-12 മണിയായി. ഓക്കെ, രാത്രി റെക്കോർഡ് ചെയ്യണേ. അപ്പോൾ കൂടുതൽ പറയണില്ല, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് ക്ലാസ്സിൽ നിന്ന് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ. ഓക്കെ.